ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ എങ്ങനെ രാവിലെ എണീറ്റതിന് ശേഷം കുറച്ച് നേരം കണ്ണൊക്കെ ഒന്ന് അടച്ചിരുന്നു. ഓക്കെ, ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള കാര്യത്തിൽ കുറച്ച് നേരം ഞാൻ എനിക്ക് വേണ്ടി രാവിലെ ചിലവഴിക്കുന്നത് സാധാരണമാണ്. അത് കഴിഞ്ഞ് നേരെ ഒന്ന് പതുക്കെ താഴേക്ക് ഇറങ്ങി ഒരു തുളസി ഇലയുടെ ഒരു ചെറിയ പാട്ടിനോട് ഒടിച്ചെടുത്തു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്ന ഉടനെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഒരു ദിവസം തുടങ്ങുമ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ അകത്തേക്ക് ഇടുന്നത്, എന്ത് കാര്യമാണോ നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്, അതിൻ്റെ റിഫ്ലക്ഷൻ മാത്രമേ അന്നത്തെ ദിവസം ഉണ്ടാകത്തുള്ളൂ. സോ മാക്സിമം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അകത്തേക്ക് എടുക്കാൻ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ. ചില വ്യക്തികളൊക്കെ ഉണ്ട്, രാവിലെ ഉറക്കം എണീറ്റിട്ട് അങ്ങനെ ഇരുന്നിട്ട് അന്നത്തേക്ക് അവരുടെ മേൽ കിടക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾ മാത്രം തിങ്ക് ചെയ്തിരിക്കും. സോ അത് ഇറ്റ്സ് നോട്ട് ഗുഡ്. കാര്യം അതിൻ്റെ റിഫ്ലക്ഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ തിങ്ക് ചെയ്താൽ അന്നത്തെ ദിവസത്തിൻ്റെ ഉഷാറ് പോവും. സോ എന്തിനിപ്പം നമ്മുടെ ചുറ്റുപാടിനകത്ത് ഇനിയിപ്പം എന്ത് സാധനം ഉണ്ടെന്നുണ്ടെങ്കിലും, എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും രാവിലെ എണീറ്റ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള എനർജീനെ അബ്സോർബ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്ന രാവിലെ, പ്രകൃതി ഏത് നിമിഷവും എപ്പോഴും അതൊരു പോസിറ്റീവ് വൈബാണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പോസിറ്റീവ് വൈബിനെ നമ്മൾ നമ്മുടെ അകത്തേക്കൊന്ന് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് ഒരു ഹാഫ് ആൻ അവർ ടു ഒരു 45, അതായത് ഒരു 30 to 45 മിനിറ്റ്സ് നമുക്ക് കൊടുത്താൽ ഏറ്റവും നല്ലത്. അപ്പം എൻ്റെ റൊട്ടീനാണ് രാവിലെ എണീറ്റ് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാറ് പതിവാണ്. ചില ആൾക്കാർ വിചാരിക്കും എണീറ്റിട്ട് അങ്ങനെ ഉറക്കച്ചടവിലിരിക്കുകയാണെന്ന്. പക്ഷേ ഗസ്റ്റ് വന്നാലൊന്നും പറ്റത്തില്ല. വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഫ്ലോ കിട്ടത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒന്നിൽ എന്തെങ്കിലും ഫ്രഷായിട്ട് ഇട്ട് ചൂടുള്ള നല്ല കാര്യങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്ന പോലെ തന്നെ, മൈൻഡിലേക്ക് എടുക്കുന്ന പോലെ തന്നെ ചൂടോടുകൂടി ഞാൻ വെള്ളം കുടിക്കാറുണ്ട്. ഓക്കെ, ഒരു 1/2 ലിറ്റർ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. നേരത്തെയൊക്കെ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ എനിക്ക് കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ മസ്റ്റായിരുന്നു. ഇപ്പം അത് മാറ്റി, കുറേ കാര്യങ്ങൾ മാറ്റി വരുന്നുണ്ട്. എനിവേ, നമുക്ക് ബാക്കി വിശേഷം നമുക്ക് ചെന്നിരുന്ന് ഈ ചൂടുവെള്ളം അകത്താക്കി പറയാം. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, എനിക്ക് ഡെയിലി വരുന്ന കോൾസിൽ ഒട്ടുമിക്ക കോൾസും അവർക്ക് അവരിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാതാണ് വിളിക്കുന്നത്. സോറി, ചില ദിവസം രാവിലെ എണീറ്റാൽ തുമ്മൽ പതിവുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ടാണ് വിളിക്കുന്നത്. ഞാനും നേരത്തെ എങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, കാര്യം ലൈഫിനകത്ത് അൺഎക്സ്പെക്റ്റഡായിട്ട് വരുന്നതും അല്ലെങ്കിൽ എക്സ്പെക്റ്റിങ്ങിനകത്ത് വരുന്നതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. കാര്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളിൽ നിന്നൊക്കെ ആരെങ്കിലും അമ്മാതിരി അത്രമാത്രം സ്നേഹിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു സമയത്ത് വേർപിരിയേണ്ടി വന്നവരായിരിക്കാം. ഫൈനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ജോലിയില്ലാത്തതുകൊണ്ട് പല വിധത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ലൈഫിൽ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് രാവിലെ ഇങ്ങനെ എനിക്ക് കോൾസോ ഓർ മെസ്സേജസ് വരുമ്പോൾ എനിക്ക് കാണാൻ പറ്റും അവരെങ്ങനെയാണ് ഒരു ഡേ അവരെടുക്കുന്നതെന്ന്.
കാര്യം അവർ എണീക്കുന്നത് തന്നെ ഈ ഹെവിനെസ്സും കൊണ്ടാണ് എണീക്കുന്നത്. അവർക്കൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പെയിൻഫുള്ളായിട്ടുള്ള ആ ഒരു ഹെവിനെസ്സും കൊണ്ട് അവർ എണീക്കുന്നത്. കണ്ണ് തുറക്കും ഉറങ്ങുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ ഈ ഹെവിനെസ്സാണ്, പെയിൻഫുൾ ഹെവിനെസ്സാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ എണീറ്റ് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെങ്ങനെ ചിന്തിച്ച് പിന്നെ അന്നത്തെ ദിവസം പിന്നെ അവർക്ക് പോക്കാം. എപ്പോഴും നമ്മുടെ ഒരു നേച്ചറിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹ്യൂമൻ നേച്ചറിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ആരും മനസ്സിലാക്കാതെ പോകരുത്. കാര്യം നമ്മുടെ മൈൻഡ് ചില സമയത്ത് ചില കാര്യങ്ങൾ പോസിറ്റീവായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു ടൈമുണ്ട്. അതിൻ്റെ ടൈമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഉറക്കത്തിൽ നിന്നിട്ട് എണീറ്റ് വരുന്നതും ഉറക്കത്തിലേക്ക് പോകുന്നതുമായിട്ടുള്ളൊരു ടൈമാണ്. ഈ 2 ടൈമും മസ്റ്റാണ്. ഈ 2 ടൈമിന് നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഉറങ്ങി എണീറ്റതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. നമ്മൾ നമ്മുടെ മൈൻഡിന് ഫ്രഷ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം. നല്ല തോട്ട്സ്, പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കട്ടെ, അതിനെ മാറ്റി നിർത്തിയിട്ട് നല്ല കാര്യങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കി വിശേഷം അപ്പുറത്ത് പറയാം. അപ്പോൾ ഈ വെള്ളം തീരുന്നത് വരെ ഞാനിവിടെ അങ്ങനെയായിരിക്കും. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് തീരാം, ചിലപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് തീരാം, ചിലപ്പോൾ ഒരു അരമണിക്കൂർ എടുക്കും, വീണ്ടും ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുത്തെന്നിരിക്കും. പക്ഷേ ഞാൻ ഈ വെള്ളവുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നേരെയുള്ള അല്ലാന്നുണ്ടെങ്കിൽ എന്നെ പെയിനാക്കുന്ന യാതൊരു വിധത്തിലുള്ള കാര്യങ്ങളും മാക്സിമം തിങ്ക് ചെയ്യാതിരിക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. അവർ രാവിലെ എണീറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ ചെന്ന് ഞാൻ ചോദിക്കും, എന്താ പരിപാടി, എന്താ ചിന്തിക്കുന്നത്? അപ്പോൾ അവരിങ്ങനെ പറയും, ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണെങ്കിലും മനുഷ്യൻ ആദ്യ കയറുന്ന ഒരു സമാധാനമില്ല. സോ ഇങ്ങനെ ഒരു ഫീൽ ഒരിക്കലും പ്രത്യേകിച്ച് മോർണിംഗ് ടൈമിൽ കൊടുക്കരുത്. ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ ഒന്നും മനുഷ്യനേക്കാൾ വലിയ പ്രശ്നങ്ങളായിട്ടില്ല. ഓക്കെ, മനുഷ്യരെക്കാൾ വലുതായിട്ട് യാതൊരു പ്രശ്നങ്ങളുമില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മനുഷ്യന് സൊല്യൂഷൻസ് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ എല്ലാ മനുഷ്യരുടെ ലൈഫിലും വരത്തുള്ളൂ. ആ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായ്മയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടെത്തണമെന്ന് അവന് തന്നെ ഒരു ഐഡിയ ഇല്ലാതെ പോകുന്നതാണ് എല്ലാത്തിനും കാരണം. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എഴുതുന്ന കാര്യങ്ങൾ എൻ്റെ ഐഡിയാസ് ആയിരിക്കാം. എനിക്കെന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, എനിക്കെന്ത് പുതിയ ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റും, എൻ്റെ സറൗണ്ടിങ്സിൽ എനിക്കൊപ്പം നിൽക്കുന്ന വ്യക്തികൾ, എൻ്റെ സൊസൈറ്റിക്കകത്ത് എനിക്ക് എന്തൊരു പുതിയൊരു ആശയം കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ പ്രോജക്ട്സ് എന്തൊക്കെയാണ്, എനിക്ക് കുറേ ഇങ്ങനെ പ്രോജക്ട്സ് ഉണ്ട്, കുറേ മിനി പ്രോജക്ട്സ് ഉണ്ട്. അപ്പം ഈ മിനി പ്രോജക്ട്സിന് വേണ്ടിയിട്ട് എനിക്കെന്ത് കാര്യം ഇടാൻ പറ്റും. സോ ഇതെല്ലാം ഇരുന്ന് തിങ്ക് ചെയ്യും. ഒരു മോർണിംഗിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അതിനങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നതിന് ശേഷം നിങ്ങൾ പിന്നെ ബാക്കിയുള്ള ടൈം നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. അതിപ്പം ഹസ്ബൻഡാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അപ്പനാണെങ്കിലും ഫ്രണ്ട്സിനാണെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് അത് നിങ്ങൾ മോർണിംഗിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങളുടെ എനർജി ബൂസ്റ്റപ്പ് ആവുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മോർണിംഗിൽ ഒരു സൂപ്പർ വൈബുണ്ട്, ഒരു സൂപ്പർ പവർ വൈബ് ഈ പ്രകൃതിയിലുണ്ട്. അപ്പോൾ മാക്സിമം ഈ ഒരു സൂപ്പർ പവർ വൈബിനെ നമ്മൾ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് മൈൻഡോടുകൂടി വന്നിരുന്ന് നമ്മുടെ മൈൻഡിനകത്ത് കിടക്കുന്ന അനാവശ്യമായിട്ടുള്ള എല്ലാ ചിന്തകളും ഡിസ്ട്രോയ് ചെയ്ത് വന്നിരുന്നാൽ മാത്രമേ, ഫസ്റ്റ് ടൈം നമുക്ക് പറ്റത്തില്ലായിരിക്കും, പക്ഷേ ഇത് ബൈ പ്രാക്ടീസിൽ കൂടി നമുക്ക് ഇത് ആർജിച്ചെടുക്കാൻ പറ്റും. ഈ സൂപ്പർ പവർ വൈബിനെ നമ്മുടെ മൈൻഡിലേക്ക് അബ്സോർബ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്ന പോലെ എല്ലാ ദിവസവും ഡോക്ടേഴ്സ് പറയാറുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യല്ലേ പണി കിട്ടുമെന്ന്.
ബോഡിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ പണി കിട്ടും, അതുപോലെ തന്നെ മൈൻഡിനും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് ഈ പ്രകൃതിയിൽ തന്നെ നിൽക്കുന്ന സൂപ്പർ പവർ വൈബാണ്. ഈ സൂപ്പർ പവർ വൈബിനെ നമ്മൾ മൈൻഡിന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ വില്ലിങ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നമ്മൾ എവിടെയാണ് ചെന്നിരുന്ന് കഴിക്കുന്നത്? നമ്മൾ ടോയ്ലറ്റിനകത്താണോ ചെന്നിരുന്ന് ഫുഡ് കഴിക്കുന്നത്? അല്ല. അതോ വേസ്റ്റ് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി ചെന്നിരുന്ന് ഫുഡ് കഴിക്കുമോ? നാവോ അല്ലേ? അതുപോലെ വളരെ കാം ആൻഡ് ക്വൈറ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മൈൻഡിന് ഈ പ്രകൃതിയിൽ നിന്നിട്ടുള്ള സൂപ്പർ പവർ വൈബിനെ നമ്മളിങ്ങനെ അബ്സോർബ് ചെയ്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കണം. ഇനി എന്തെങ്കിലും മോശമായിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രാണി വീണ് ചത്തതോ അല്ലാന്നുണ്ടെങ്കിൽ അഴുകിയതോ ദുർഗന്ധം വമിക്കുന്നതോ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ എടുക്കുമോ? ഇല്ല അല്ലേ? നമ്മൾ അതിനെടുത്ത് കളയും. എന്തിനാ? നമ്മുടെ ബോഡിയുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനും നമ്മൾ കൊടുക്കുന്ന ഫുഡ്, അതായത് സൂപ്പർ പവർ വൈബിനെ പ്രകൃതിയിൽ നിന്നിട്ട് മൈൻഡിലേക്ക് നമ്മൾ അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മൈൻഡിനകത്ത് കിടക്കുന്ന അഴുകിയതും പുഴുത്തതും വ്രണം പ്രാപിച്ചതും ദുർഗന്ധമുള്ളതുമായിട്ടുള്ള എല്ലാ മെൻറ്റാലിറ്റീനെയും, നമ്മളെ പെയിൻ എടുപ്പിക്കുന്ന എല്ലാ മെൻറ്റാലിറ്റീനെയും എടുത്ത് കുഴിച്ചു മൂടുക. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, ഫസ്റ്റ് ടൈം പറ്റത്തില്ല, ബട്ട് കണ്ടിന്യൂസ്ലി നമ്മുടെ പ്രാക്ടീസിൽ കൂടി നമുക്കത് ആക്റ്റീവാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെയും അങ്ങനെ ഒന്ന് ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സപ്പോർട്ടിന് ഒരാൾ വേണം, എൻ്റെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി, എനിക്ക് കിട്ടിക്കോളും. അപ്പോൾ ഒരു ദിവസം നമുക്ക് കിട്ടുന്ന ഒരു ദിവസത്തിൻ്റെ ഫസ്റ്റ് മൂമെൻറ്റ്സിനെ നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും. പ്രോമിസ്ലി നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും. സോ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ പറയാം, ലൈഫ് ചേഞ്ച് ആവണം. ഒരു ചേഞ്ച് നമ്മളിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മളാദ്യം ചേഞ്ച് ആവാനായിട്ട് നമ്മൾ വില്ലിങ് ആയിരിക്കണം. നമ്മൾ ചേഞ്ച് ആവാൻ വില്ലിങ് അല്ലാണ്ട് നമുക്കൊരിക്കലും, അല്ലെങ്കിൽ നമ്മളെ ഒരിക്കലും ഒരു മാറ്റം തേടി വരത്തില്ല. സോ എല്ലാം നമ്മുടെ കൈകളിൽ തന്നെയാണ്. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടെ, നമ്മൾ വെക്കുന്ന ആക്ഷനിൽ കൂടിയാണ് നമ്മുടെ അരികിലേക്ക് അത് ഏത് രൂപത്തിലെത്തണമെന്നുള്ളത്. സോ യുവർ ടൈം ഈസ് പ്രീഷ്യസ്. പ്ലീസ് ഇൻവെസ്റ്റ് ഫോർ യുവർ സെൽഫ്.